പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബേബി മെറ്റീരിയൽ ആണല്ലോ, എന്തുകൊണ്ട് വന്നില്ല, അപ്പൊ ബിഗ് ബോസേ നിങ്ങളൊന്ന് വിളിക്കണം എന്നുള്ള രീതിയിൽ ആക്റ്റീവ് ആയിരുന്നു. എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ആ സമയം തോന്നി. അപ്പം ഇനി വരാൻ പ്ലാൻ ഉണ്ടോ, നമ്മുടെ സപ്പോർട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ട്. ചേച്ചിയും അതേപോലെ തന്നെ ശ്രീതുവിന്റെ അമ്മയാണ് പെർഫെക്റ്റ് ബേബി മെറ്റീരിയൽ, അവർ രണ്ടുപേരും വരണമായിരുന്നു എന്നുള്ളത്. അപ്പൊ ആക്ച്വലി നിങ്ങൾ ഫാമിലി കയറുന്ന സമയത്ത് തന്നെയാണ് ശ്രീതുവിന്റെ ഫാമിലിയും കയറുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീതുവിന്റെ അമ്മേനായിട്ടുള്ള ആ ഒരു സമയത്തെ ആറ്റിറ്റ്യൂഡ്? കാരണം നമുക്ക് പുറത്തുനിന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആക്ച്വലി ആ കോമ്പോനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും ശ്രീതുവിന്റെ അമ്മ നൈസായിട്ട് ലൈക്ക് വേണ്ട നേരത്തെ കിടന്ന് ഉറങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന പോലെ. അപ്പൊ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? ഞങ്ങൾ ചെന്നൊരു 1 hour കഴിഞ്ഞിട്ടാണ് ശ്രീതുവിന്റെ അമ്മ വരുന്നത്. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അന്നത് കോംബോ സപ്പോർട്ട് എന്ന് പറയുമ്പോ എനിക്കും ഫാമിലിക്കും ഫീൽ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നല്ല ഫ്രണ്ട്സാ. ഓൾറെഡി അർജുൻ അതിനകത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. അർജുൻ അത് ശ്രീതുവിനോട് ചോദിച്ചിട്ടുമുണ്ട്, നിനക്ക് കംഫർട്ടബിൾ ആണോ, നിനക്ക് വെളിയിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ ഞാൻ കാരണമെന്ന്. അപ്പോഴും ശ്രീതു ഇല്ല, അങ്ങനെ ഇല്ലല്ലോ അർജുനെ, കാരണം അവളുടെ ഒരു ടോൺ അങ്ങനെയാണ് അർജുനെ. അപ്പോ കാരണം നമ്മള് അങ്ങനെയല്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീതുവിന്റെ മമ്മി വന്നപ്പോഴും അവരവരുടെ മകളെ കാണാൻ വന്നു, അതനുസരിച്ചുള്ള ഇതായിട്ട് അവര് മൂവ് ചെയ്തു, നമ്മളും മൂവ് ചെയ്തു എന്നല്ലാണ്ട്. പിന്നെ നമ്മൾ എല്ലാവരോടും കൂടി ഒരു കൾച്ചറൽ ഈവനിങ് ഒരു പ്രോഗ്രാം, പാട്ട്, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി എനിക്ക് ഇതൊന്ന് മൊത്തത്തിൽ കാണിച്ചത്, കാരണം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് തോന്നപ്പോ ഭയങ്കര വലിയ ജിമ്മൊക്കെ, അപ്പൊ എനിക്കൊന്ന് മൊത്തത്തിൽ കാണണമെന്നുണ്ട്. പിന്നെന്താ ഓക്കെ. ഇതിൽ ഞാൻ ഫസ്റ്റ് ഒക്കെ ചേച്ചി കുറെ വെയിറ്റ്സ് ഒക്കെ എടുക്കാറുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല. എത്ര കിലോ വരെ എടുക്കും? വെയിറ്റ് ട്രെയിനിങ്സ് ഇപ്പൊ ഞാൻ കുറവാണ് ചെയ്യുന്നത്, കൂടുതലും കാർഡിയോ വർക്ക്സ് ചെയ്യുന്നത്. ആണ്. എന്നാലും എത്ര കിലോ വരെ പൊക്കാൻ പറ്റും? അതാണ് സ്കോട്ട് ഒക്കെ ബെസ്റ്റ് 150 160 അത്രയൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊക്കെ വളരെ കുറവാ അതൊക്കെ. ആണല്ലേ? അതുപോലെ ഇത് എന്താണ്, ഇതെന്താ സാധനം? നമ്മള് ബോഡി ബാക്ക് ഫാറ്റ് ഒക്കെ ബേൺ ചെയ്യാൻ. എനിക്ക് ചെയ്യണം, എനിക്ക് പഠിക്കണം. പിന്നെന്താ ചെയ്യണം. ഓക്കെ. ഇനി ഈ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ വരും കേട്ടോ ഇവിടെ ജോയിൻ ചെയ്യാൻ. അതെ, വരട്ടെ. എനിക്ക് എത്തില്ല. ഓക്കെ, അങ്ങനെ പിടിച്ചോ, മെല്ലെ നിൽക്കുക. ഞാൻ പൂർണിമയ്ക്ക് പറ്റിയ വെയിറ്റ് ഞാൻ ഇടാം. പിടിക്കും. ഓക്കെ. ഇനി മെല്ലെ ഇത് ബാക്കോട്ട് നമ്മൾ ഇങ്ങനെ ഇടുന്നിട്ട് ഇത് ഇങ്ങനെ സ്ഥലം. ഓക്കെ. പക്ഷെ ഇത് സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിളാ? ഇത് സിമ്പിൾ ആണ് കണ്ടോ. അപ്പൊ വെയിറ്റ് കൂട്ടട്ടെ. ഓക്കെ. ഇനി ഓക്കെ. മാറ്റില്ലേ? മാറ്റി വെയിറ്റ് ലോഡ് ചെയ്യും. നമ്മളങ്ങനെ തൂങ്ങി കിടക്കുന്നല്ല ഇത്. ആക്ച്വലി നമ്മുടെ ബിഗ് ബോസ് ഇത്രയും പവർഫുൾ ആയത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ജെൻസിന്റെ വെയിറ്റ് ആണിത്. കണ്ടോ, അതാണ് ജെൻസിന്റെ വെയിറ്റ് ആണ്. ഇതും കൂടെ ലോഡ് ചെയ്യുമ്പോൾ ഈ 10 kg കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കൂടും. അത്രയ്ക്ക് പവർ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. ഇല്ല, അതാണ് ഞാൻ തൂങ്ങിയത് അല്ലേ. അതാണ് നീ തൂങ്ങിയത്, ഞാനും തൂങ്ങിയത്.